ഹായ് ഗായ്സ്, അപ്പോൾ തങ്കമണി എന്ന സിനിമ ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു. 2 മണിക്കുള്ള ഷോയ്ക്ക് ഞാനും കയറി കണ്ടായിരുന്നു. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. മുമ്പ് ഇറങ്ങിയിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു, പക്ഷേ സിനിമ എനിക്ക് കാണാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ അതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ കേട്ടപ്പോഴും പിന്നെ ട്രൂ സ്റ്റോറിയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോഴും കാണാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് കയറിയായിരുന്നു. അപ്പോൾ കയറി കണ്ടു. തൃപ്തിയായോ എന്ന് ചോദിച്ചാൽ പകുതി തൃപ്തിയായി, പകുതി തൃപ്തിയായില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോറി അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ ഒരു ബസ്സിൻ്റെ പേരിൽ തർക്കമാവുകയും അത് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുകയും പിന്നെ ബലം പ്രയോഗിച്ച് അവിടുത്തെ നാട്ടുകാർ ചെറിയ ഒരു അടിയും പിടിയായിട്ട് അങ്ങനെ കൊണ്ടുപോവുകയും പിന്നെ അവിടെ വെച്ചിട്ട് നമ്മുടെ ജീവനക്കാരെയൊക്കെ ഉപദ്രവിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്, അതിൻ്റെ ഒരു കഥയാണ്. ഞാൻ യൂട്യൂബിലെല്ലാം കേട്ടു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും അവിടെ സിനിമയ്ക്ക് വേണ്ടി പോയത്. അപ്പോൾ സിനിമ ഓവറോൾ കാണുകയാണെങ്കിൽ ആ ഒരു സംഭവം അതൊക്കെ പറഞ്ഞാൽ ആ പോലീസുകാരൊക്കെ അവിടെയുള്ള ജനങ്ങളെയൊക്കെ എടുത്തിട്ട് ഇടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ അവനെയൊക്കെ അറിഞ്ഞു വിടാൻ തോന്നും നമുക്ക്. ഇങ്ങനെയാണ് അതിൽ സംഭവിച്ചതാണെന്നോ എന്നും അറിയില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു രീതിയിലാണ് അവർ തങ്കമണിയിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്തായാലും വളരെ യാതനാജനകമായ ജീവിതമായിരുന്നു അന്ന് അവരുടെ ഉള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ത്രില്ലിനും പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുകയും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു മെയിൻ ത്രില്ല് അവരെന്തായാലും എടുത്തിരിക്കുന്നത് വളരെ മികച്ച ഒരു രീതിയിൽ തന്നെയാണ്. അതിൽ വേറെ ഒരു കോംപ്രമൈസും ഇല്ല. ആ ഒരു സീന്, അത് ഒരു ഇൻ്റർവെല്ലിന് കഴിഞ്ഞിട്ടുള്ള ആ വരുന്ന സീൻ എന്തായാലും നമുക്കൊരു കുറച്ച് നേരം ഉള്ളിലൊരു വേദന തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സിനിമയെ നീട്ടിക്കൊണ്ടു പോകാനാണോ അതോ റിയലായിട്ട് നടന്നതാണെന്ന് അറിയില്ല. ദിലീപേട്ടൻ്റെ കുറേ മാസ് എൻട്രിയും കുറേ പിന്നെ സ്ലോ മോഷനും ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുറേ തൃപ്തിയില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ മെയിൻ ത്രില്ലായിട്ടുള്ള ആ സ്റ്റോറി പറയുന്നത് വളരെ വളരെ ഒരു ഹാർട്ട് ടച്ചിങ് മൊമെൻ്റ് തന്നെയാണ്. അപ്പോൾ സിനിമ എനിക്ക് ആ ഒരു സീന് കാണാൻ വേണ്ടി എന്തായാലും തിയേറ്ററിൽ പോയി തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ എനിക്ക് ഈ സിനിമ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുക, അതിലും ബിഗ് സ്ക്രീനിൽ തന്നെ കാണുക. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്. കാരണം ആ ഒരു രംഗങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വിജയകരമായി ഈ സിനിമ ഓടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.